വോട്ടെടുപ്പിൻ്റെ അവസാന ദിവസങ്ങളിൽ കേരളത്തിൽ ഒരു വിവാദം ഉയർന്നു വന്നിരുന്നു. അത് ഇ.പി. ജയരാജനെ കുറിച്ചാണ്. കാര്യം പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇ.പി. ജയരാജൻ ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന്. ഇ.പി. ജയരാജൻ ബി.ജെ.പി ചേരുന്നതിനു വേണ്ടി പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തി എന്ന്. ഇ.പി. ജയരാജൻ ബി.ജെ.പി ചേരുന്നതിനു വേണ്ടി ശോഭാ സുരേന്ദ്രനെ കണ്ടു എന്ന്. ആരും വിശ്വസിക്കാത്ത ചില കാര്യങ്ങൾ. പ്രകാശ് ജാവദേക്കറുമായി ചർച്ച നടത്തി എന്നൊക്കെ പറഞ്ഞാൽ അല്പമെങ്കിലും വിശ്വാസയോഗ്യമാണ്. അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു ഇ.പി. ജയരാജൻ. എന്നാൽ ശോഭാ സുരേന്ദ്രനുമായി ചർച്ച നടത്തിയിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ആളുകൾക്ക് മനസ്സിലായത് ഇതിൽ കാര്യമില്ല എന്ന്. ഈ ഒരു വിവാദം ഉയർന്നു വന്നതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് അന്ന് തന്നെ ഇ.പി. ജയരാജൻ പറയുകയും ചെയ്തിരുന്നു. അതിന് പിറകിൽ ശോഭാ സുരേന്ദ്രനും കെ സുധാകരനുമാണ് എന്ന് അദ്ദേഹം വോട്ടെടുപ്പ് ദിവസം തന്നെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിരുന്നു. ഇതേക്കുറിച്ച് അന്വേഷിക്കണം, ഇതിന് പിറകിൽ ഗൂഢാലോചനയുണ്ട്, DGPക്ക് പരാതി നൽകും എന്ന് പറയുകയും മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്ന് പറയുകയും ചെയ്തിരുന്നു. അതെല്ലാം നടപ്പാക്കുകയും ചെയ്തു. DGPക്ക് പരാതി കൊടുത്തു. ഇതേക്കുറിച്ച് അന്വേഷിക്കണം. ശോഭാ സുരേന്ദ്രൻ, നന്ദകുമാർ, അതോടൊപ്പം തന്നെ സുധാകരൻ, ഇവർ 3 പേരും നടത്തിയ ഗൂഢാലോചന, ആ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് DGPക്ക് പരാതി കൊടുത്തത്. പ്രത്യേക പോലീസ് സംഘം അക്കാര്യം അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. അതിനുള്ള തീരുമാനം വരും ദിവസങ്ങളിൽ ഉണ്ടാകും. ആ ഒരു സമയത്താണ് കെ സുധാകരനെ മലയാള മനോരമയുടെ ലേഖിക കാണുകയും ഇക്കാര്യത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തത്. അതിന് അദ്ദേഹം പറഞ്ഞ മറുപടിയുണ്ട്. ആ മറുപടി നമുക്കൊന്ന് ആദ്യം കേൾക്കാം. അങ്ങ് പറഞ്ഞിരുന്നല്ലോ ഇ.പി. ബി.ജെ.പിയിൽ പോകാൻ തയ്യാറെടുപ്പ് നടത്തുകയാണ് എന്ന് പറഞ്ഞിരുന്നു. 2 ദിവസത്തിനകം കൂടുതൽ വെളിപ്പെടുത്തലുകളൊക്കെ അതുമായി ബന്ധപ്പെട്ട് നടത്തുമെന്നും പറഞ്ഞിരുന്നു. നടത്തുമെന്ന് ഞാൻ നേടിയും പറഞ്ഞിട്ടില്ല. എൻ്റെ കയ്യിൽ അങ്ങനെ തെളിവൊന്നും വേറെയില്ല. ഞങ്ങൾക്ക് കിട്ടിയ തെളിവ് ആരുടെയെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഞാൻ ആ സ്റ്റേറ്റ്മെന്റ്സ് വെച്ചാണ് അദ്ദേഹം ഗൾഫിൽ പോയതും അതൊക്കെ പുറത്തുനിന്ന് കിട്ടിയ എൻ്റെ വാർത്തകളാണ്. അല്ലാതെ ഞാൻ അദ്ദേഹം തമ്മിൽ നേരിട്ട് സംസാരിച്ച് കണ്ടെത്തിയൊന്നുമല്ല. അദ്ദേഹം ഇതിൻ്റെ അകത്ത് ഇതുമായിട്ട് ബന്ധമുണ്ട് എന്നത് ബി.ജെ.പി പ്രവർത്തകന്മാരിലൂടെ നമുക്ക് കിട്ടിയ ഇൻഫർമേഷനാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണല്ലോ. 2 കോടി നഷ്ടപരിഹാരം കൊടുക്കണം മാപ്പ് പറഞ്ഞില്ലെങ്കിൽ എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. കടല് കണ്ട എന്നെ കൈത്തോട് കാണിച്ച് ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നത് വിഡിത്ത ഒരു വിഷയമല്ല. കെ സുധാകരന്റെ വാക്കുകൾ. മനോരമ ന്യൂസ് നൽകിയ ഇന്റർവ്യൂ. ലേഖികയുടെ ചോദ്യത്തിന് മറുപടിയായി കെ സുധാകരൻ പറഞ്ഞത് എന്താണ് പറഞ്ഞത്? എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല, ഇതൊക്കെ കേട്ടറിവ് മാത്രമാണ്. അതിനുശേഷം അദ്ദേഹം പറയുന്നു, ബി.ജെ.പി പ്രവർത്തകർ, ബി.ജെ.പിയുടെ പ്രധാനപ്പെട്ട ആളുകൾ എന്നോട് പറഞ്ഞ ചില കാര്യങ്ങളാണ്, അവരിൽ നിന്ന് ലഭിച്ച ഇൻഫർമേഷനാണ് എന്ന്. KPCC പ്രസിഡന്റാണ് കെ സുധാകരൻ. അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ബി.ജെ.പി പ്രവർത്തകരുമായി ഇത്ര ബന്ധം? ബി.ജെ.പി പ്രവർത്തകർ അദ്ദേഹത്തിന് ഇൻഫർമേഷൻ കൊടുക്കത്തക്ക രൂപത്തിലുള്ള ബന്ധം എങ്ങനെയാണ് അദ്ദേഹത്തിനുണ്ടാകുന്നത്? അദ്ദേഹത്തിന് നേരത്തെയുള്ള ഒരു ആരോപണമുണ്ട്, അദ്ദേഹം ഒരു ബി.ജെ.പി അനുഭാവിയാണ് എന്ന്. ഏത് സമയത്തും ബി.ജെ.പിയിലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ആളാണ് എന്ന്. അദ്ദേഹം ബി.ജെ.പിയിലേക്ക് പോകാൻ തയ്യാറാവുകയും അതിനുള്ള ചർച്ചകൾ പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു എന്ന് വെളിപ്പെടുത്തിയത് ഇതേ നന്ദകുമാർ തന്നെയാണ്, ദല്ലാൽ നന്ദകുമാർ തന്നെയാണ്. അത് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു പ്രകാശ് ജാവദേക്കർ അടക്കമുള്ള നേതാക്കൾ. KPCC പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ബി.ജെ.പിയിലേക്ക് പോകാതിരുന്നത്. അങ്ങനെ നടന്നില്ലായിരുന്നുവെങ്കിൽ, കെ സുധാകരൻ KPCCയുടെ പ്രസിഡന്റായി വന്നില്ലായിരുന്നുവെങ്കിൽ, അദ്ദേഹത്തിന് ആ ചുമതല നൽകിയില്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായിരിക്കുമെന്ന് പറഞ്ഞത് ഇതേ ദല്ലാൽ നന്ദകുമാർ തന്നെയാണ്. അതൊക്കെ മാധ്യമങ്ങൾ അതുപോലെ വിഴുങ്ങുകയും ഇ.പി. ജയരാജനെ കുറിച്ച് പറഞ്ഞ ഭാഗങ്ങൾ മാത്രം വലിയ വാർത്തയാക്കുകയും ചെയ്തതിൻ്റെ രാഷ്ട്രീയം അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളുടെ പൊതു രാഷ്ട്രീയ നിലപാടാണ്. ഇടതുപക്ഷ വിരുദ്ധമാണ്, CPM വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം സംഭവങ്ങളെല്ലാം വലിയ വാർത്തയാക്കുകയും അന്തിച്ചർച്ച ദിവസങ്ങളോളം നടത്തുകയും ചെയ്യും മാധ്യമങ്ങൾ. കെ സുധാകരൻ പറഞ്ഞ കാര്യം, ഇക്കാര്യങ്ങളിലൊന്നും ഒരു തെളിവില്ല എന്ന്. തെളിവില്ലാത്ത കാര്യം വിളിച്ചു പറയുകയാണ് ചെയ്തത്. അദ്ദേഹം സമ്മതിക്കുകയാണ്, എൻ്റെ കയ്യിൽ തെളിവുകളില്ല, ബി.ജെ.പി പ്രവർത്തകർ തന്ന വിവരങ്ങൾ മാത്രമാണ് എന്ന്. നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ബി.ജെ.പി പ്രവർത്തകർ ഇദ്ദേഹത്തിന് ഇത്തരം വിവരങ്ങൾ കൊടുക്കുന്നത്? എന്തു ബന്ധമാണ് ബി.ജെ.പിയുമായിട്ട്? അതുതന്നെയാണ് പറഞ്ഞത്. ഇദ്ദേഹം ഒരു ബി.ജെ.പി അനുഭാവിയാണ്. കെ സുധാകരൻ ബി.ജെ.പിയുടെ സംരക്ഷകനാണ്. അത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. RSSന്റെ ശാഖകൾക്ക് സംരക്ഷണം കൊടുക്കാൻ ഞാൻ എൻ്റെ കുട്ടികളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് കെ സുധാകരൻ എന്ന KPCC പ്രസിഡന്റ് തന്നെയാണ് എന്നതും നമ്മുടെ മുന്നിലുണ്ട്. ഇതെല്ലാം വെളിവാകുന്നത് ഒറ്റ കാര്യമാണ്, CPM വിരുദ്ധ, ഇടതുപക്ഷ വിരുദ്ധ ഗൂഢാലോചന ഇലക്ഷന് മുമ്പ് കേരളത്തിൽ സജീവമായി നടന്നിരുന്നു.
അതേക്കുറിച്ച് അന്വേഷിക്കാനാണ് EP ജയരാജൻ പരാതി നൽകിയിരിക്കുന്നത് DGPക്ക്. DGP അത് സംബന്ധിച്ച് അന്വേഷണം നടത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. മാനനഷ്ട കേസ് സമാന്തരമായി കോടതി നൽകിയിട്ടുണ്ട്. കോടതിയിൽ കെ സുധാകരൻ എന്ത് പറയും? എനിക്കൊന്നും അറിയില്ല, എനിക്ക് കേട്ട വിവരം മാത്രമാണ് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കോടതി കെ സുധാകരനെ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ല. കേസിനോട് എനിക്ക് യാതൊരു ഭയവുമില്ല, 9ാം ക്ലാസ് മുതൽ ഞാൻ കേസിൽ പ്രതിയാണ് എന്ന് പറഞ്ഞ കെ സുധാകരൻ അവിടെ മുട്ടുപിറക്കുമോ എന്നത് മാത്രമേ ഇനി അറിയാനുള്ളൂ.